മലയാളികൾ ആവേശത്തോടെ കാത്തിരുന്ന എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പ്രേക്ഷകർക്കൊപ്പം കാണുമെന്ന് നടൻ മോഹൻലാൽ. മുംബൈയിൽ വെച്ച് നടന്ന എമ്പുരാൻ ഐമാക്സ് ട്രെയിലർ റിലീസ് ഇവന്റിൽ സംസാരിക്കവെയാണ് മോഹൻലാൽ ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ 47 വർഷമായി ഇൻഡസ്ട്രിയിലുള്ള ആളാണ് ഞാൻ. പ്രഗത്ഭരായ ഒരുപാട് എഴുത്തുകാർക്കൊപ്പം എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. പത്മരാജൻ, MD വാസുദേവൻ നായർ, ലോഹിതദാസ് എന്നിവർക്കൊപ്പമെല്ലാം ഞാൻ പ്രവർത്തിച്ചു. എല്ലാ ഇൻഡസ്ട്രിയിലും മാറ്റങ്ങൾ വരും. സിനിമയുടെ മേക്കിങ്ങിലും ആശയങ്ങളുമൊക്കെ മാറ്റം വരും. പക്ഷേ തീർച്ചയായും കഥയുണ്ടാകും. നിങ്ങളൊരു സിനിമ കാണുമ്പോൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അതിൽ എന്തെങ്കിലും കാണും. അതിപ്പോൾ ഒരു കഥയോ ഒരു സീനോ ഒരു പെർഫോമൻസോ ഒക്കെ ആകാം. ഒരു എന്റർടൈൻ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആളുകൾക്ക് അതിലെ എല്ലാം ഇഷ്ടപ്പെടണം. പാട്ട്, കഥ, അഭിനയം, അങ്ങനെ എല്ലാം. എഴുത്തുകാരന് ഒരു സിനിമയിൽ വലിയ പ്രാധാന്യമുണ്ട്. എഴുത്തുകാരനും സംവിധായകനുമാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ഒരു സിനിമ നിർമ്മിക്കണമെന്ന്, അഭിനേതാക്കളെ എങ്ങനെ ഫ്രെയിമിൽ കൊണ്ടുവരണം എന്നൊക്കെ. ഇതൊരു ബ്രില്യൻസ് ആണ്, ദൈവത്തിന്റെ സമ്മാനമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഊണിലും ഉറക്കത്തിലും ശ്വസിക്കുമ്പോഴുമെല്ലാം പൃഥ്വിക്ക് സിനിമയെന്ന വിചാരമേ ഉള്ളൂ. അതില്ലെങ്കിൽ നല്ല വികൃതിയുള്ള ആളാണ് പൃഥ്വി. എമ്പുരാൻ പോലെ ഒരു സിനിമ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. റിയൽ പാൻ ഇന്ത്യൻ ചിത്രമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് കാലാപാനി എന്നൊരു പാൻ ഇന്ത്യൻ ചിത്രം ഞങ്ങൾ ചെയ്തിരുന്നു. അതുപോലൊരു സിനിമ ചെയ്യണമെന്നത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. എമ്പുരാൻ ഒരു മാജിക്കാണ്. ഈ സിനിമ ചെയ്തതിന് പൃഥ്വിരാജിനോട് നന്ദി പറയുകയാണ്. ഇതൊരു സിനിമ മാത്രമല്ല, ഞങ്ങളുടെ ചോരയും വിയർപ്പുമാണ്. ഇതിനപ്പുറം എമ്പുരാനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം ഞങ്ങളുടെ സിനിമ നിങ്ങളോട് സംസാരിക്കും. കേരളം ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്, പക്ഷേ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് പ്രേക്ഷകർ നൽകിയിരിക്കുന്ന പിന്തുണ വളരെ വലുതാണ്. അവർ എമ്പുരാനായി കാത്തിരിക്കുകയാണ്. എല്ലാവരോടും നന്ദി. ഇതൊരു മാജിക് ആണ്. ബാക്കിയെല്ലാം ദൈവം തീരുമാനിക്കട്ടെ. എന്നാൽ ഈ മാസം 27-ന് രാവിലെ കൊച്ചിയിൽ ആദ്യ ഷോയ്ക്ക് പ്രേക്ഷകർക്കൊപ്പം സിനിമ കാണാൻ താനും ഉണ്ടാവുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി.